ഹലോ ഗെയ്സ്, എന്തൊക്കെയുണ്ട്? നേരം വെളുത്തിട്ടൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം 3:45 സമയം രാവിലെ. അപ്പോൾ കുട്ടികളൊക്കെ വിളിച്ച് എടങ്ങേറാക്കി എല്ലാവരും റെഡി ആക്കണം. ഓൽക്കെന്തോ വലിയൊരുന്നാൾ ആഘോഷിക്കണ മാതിരിയാണ്. പെരുന്നാളില്ല മാതിരിയാണ് ഇപ്പോൾ ഓരോ കാട്ടിക്കൂട്ടൽ. പെരുന്നാളില്ല മാതിരിയാണ് ഓരോത്തിൻ്റെ കാട്ടിക്കൂട്ടൽ. ഇതൊക്കെ ഓരോന്ന് കണ്ടി വന്നാണ്. ഏണ്ട്ര പോണേ എങ്ങോട്ട്? എന്തിന്? ആര് വരുന്നേ? എങ്ങോട്ടാ പോണേ? ഇങ്ങോട്ട് വാ വാ പാസി. എങ്ങോട്ടാ പോണേ? കോഴിക്കോട്. എങ്ങോട്ട് പോണേ? എങ്ങോട്ട് പോണേ? ശരി എന്നാ. അപ്പൊ നമുക്ക് പോവല്ലേ? ചിപ്പു എങ്ങോട്ടാ പോണ്? അറിയില്ലല്ലേ എങ്ങോട്ടാ പോണ്? എന്തിന്? നിനക്കറിയില്ല? കണ്ട് പറ. ഒരാള് പറഞ്ഞാൽ ഇവിടെ കണ്ടോ ഹലോ ആപ്പല്ലേ അപ്പൊ ഇത് കൊടുക്കട്ടെ. നമ്മളെ ഫാസ്റ്റ് ആണ്. ഹലോ ഗൈസ്, അപ്പോൾ വണ്ടി അവിടെ നിർത്തി. കാരണം 2 വണ്ടി ഇനി ഇറങ്ങിയോന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നടന്നു പോവാം. ഞാൻ ഇതുവരെ നടന്നു പോയില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ. നമുക്ക് നടന്നു പോവാം. ഒരേ ലാപ്പു ഇപ്പം ഛർദ്ദിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം ഛർദ്ദിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ മറ്റോ ഒടുക്കത്തെ ഛർദ്ദി അവിടെ. ചിപ്പു ഭയങ്കര ഇതിലാണ് പോകുന്നത്. ഇനി കുറച്ച് അപ്പുറത്ത് എടുക്കാം. നമ്മളിതൊക്കെ കണ്ട് നമ്മളെ പരിമിതൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീഡിയോ എടുക്കാൻ നല്ല സൂപ്പറാ. ഞാൻ ഇങ്ങനത്തെ പറയാൻ ദരിദ്രമൊന്നും എടുക്കുന്നില്ല. നടക്കാൻ പാടില്ല. അപ്പൊ തട്ടി വണ്ടി പൊട്ടി ഒരു പൈസ കൊടുക്കാം. അപ്പൊ തട്ടി ഏതാ ബുദ്ധിയിലേ? ഈ ബുദ്ധി ആയിട്ട് പറയുന്നത് സിനിമന്ന് ചോദ്യം ഇങ്ങനെ വെച്ചുണ്ടാക്കുന്നത്. ഇനി പൊട്ടണ ചോദിച്ചാലത് ഫുള്ളായിട്ടില്ല. പ്രൈവറ്റോ? അത് ഇവിടുന്ന് അറിയതാ. അജു കേൾക്കില്ലേ?
കേൾക്കുന്നോ? ഇറങ്ങി അടിന്നെ ഹലോ ഗൈസ്, ആ വണ്ടി കണ്ടോ? എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഒരു നമ്മൾ കാർ പാർക്കിങ്ങിൽ നല്ല കൊള്ള ലാഭമാണ് അവർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരു സമയം ടൈമിങ് മാറ്റിയിട്ടിട്ട് പിന്നെ വന്നിട്ട് എന്ത് ചെയ്യണേ, ടൈമിങ് ആയി എന്ന് പറഞ്ഞാൽ അതിന് പൈസ എക്സ്ട്രാ മേടിക്കുകയാണ്. ഭയങ്കര ഇപ്പോൾ ഇപ്പോൾ കച്ചറ കൂടിയിട്ടാണ് പോലും പോയത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല, അവർ ഇപ്പോൾ അടി കൂടിയില്ല എന്നുള്ളൂ. അത് ലാസ്റ്റ് അവസാനം അവിടേക്ക് എത്തി. എന്തോ ഭയത്തിന് അത് അടിയിൽ തീർന്നില്ല. അങ്ങനെ ഡെയിലി നടക്കണം അത്ര അവിടെ. നമുക്കിപ്പോൾ ഇനി ഏട്ടനെ കാത്തിക്കാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റിംഗ്. വേറൊരു കാഴ്ചകളുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അങ്ങനെ തന്നെ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇവിടുത്തൊന്നുമല്ല. ഒരു സൈഡ് ഫുള്ള് കരച്ചിൽ പിടിച്ചിരിക്കുകയാണ്, ഒരു സൈഡ് ഫുള്ള് സന്തോഷിക്കുകയാണ്. ഈ വരുന്നതും പോണതും അതൊരു കാഴ്ച തന്നെ കേട്ടോ. ഭയങ്കര നെഞ്ഞു പൊട്ടുന്ന കാഴ്ചയാണ്. ചില ഭാഗങ്ങൾ അവിടെ കുറച്ച് കൂട്ടങ്ങൾ കണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞപ്പോൾ പോണ ആൾക്കാരുണ്ടാവും. അത് കരച്ചിൽ, അത് കാണുമ്പോൾ തന്നെ ആകെ ചടച്ചു. ഒരു സൈഡ് വരുന്ന സന്തോഷം, നമ്മൾ വരുന്ന സന്തോഷത്തിക്കാണ്. അത് പോണ സ്ഥലമാണ്. അത് പോണ സ്ഥലമാണ്. ഇറങ്ങണവിടെ വരുന്ന സന്തോഷത്തിലാണ് അടില്ല മോനെ. ശരി, ഇയാടെ പോയിട്ട് ഇങ്ങനെ ചാടി കയറണോ ഇതിൻ്റെ അപ്പുറത്ത് ചാടണം. ചാടിയിട്ട് പോയിട്ട് ഹഗ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇല്ല, ഞാൻ അടുത്തെറിയാ ചോദിക്കൂ. ഞാൻ അടുത്തെറിയാ. ഞാൻ പറയാ വരുമ്പോ
ലാസ്റ്റ് ഞങ്ങൾ ഈ ഗതി ഇതൊക്കെയല്ലേ വണ്ടി ഇവിടെ നിർത്തിയാ പോലെ ഞാനാ വലിയ അല്ലാ അപ്പൊ ഗൾഫിൽ നിന്നടാ നമുക്ക് റൈഡ് ചെയ്താലോ ആ അല്ല ഒരു വണ്ടി ഇവിടെ നിർത്തിയ പ്രശ്നം ആ ഇതവിടെ സൂര്യൻ ആ എവിടെ വണ്ടി ഇതാ അതല്ല മുമ്പിലൊരു മാതിരി അതാ തോന്നുന്നു മതി മതി ഇരിക്കണ്ട അത് ഞാൻ നമുക്ക് നടന്നു പോലും കയറിയിട്ട് വരട്ടെ ഇതുണ്ടോ മാറിക്കൊടുക്കും മാറിക്കൊടുക്കും സ്ഥലല്ലേ ഒന്നും വെക്കാം അല്ല നമ്മൾ ഇവിടുന്ന് ഏറ്റി കൊണ്ടണം അല്ല ഓട്ടി കൊണ്ടാ എന്നാ പോയിക്കോളി പോയിക്കോളി കയറിക്കോളി തലയിട്ടുണ്ട് ഹോട്ടലിൽ കയറി പോയേ ഹോട്ടലിൽ കൂട്ടാ വിശന്നിട്ട് കാണിയാ ഹോട്ടലിൽ അത് താഴെ അത് സാരല്ല തള്ളി വന്നോ പോയിക്കോ 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 ഇവിടെ നിന്ന് തന്നെ ഹോട്ടലിൽ കയറിക്കോളി വിശന്നിട്ട് കാണിയാ ഒന്നിട്ടി നമുക്ക് അനു അതിലുണ്ടോ ആ ശരി ഞങ്ങളിവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും ഉള്ളിൽ ഇരുന്നിട്ട് വേഗം ഞാൻ ബാത്റൂം പോകുമ്പോൾ വരട്ടെ ആ ക്ലോസ് ചെയ്തോ കുറച്ച് ആൾക്കാരെ പുറത്തെടുക്കുന്നുണ്ട് കുറച്ച് ആൾക്ക് ഇട്ടെടുത്തു എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ സ്ഥലം കിട്ടിയില്ല ഇപ്പോൾ വേഗം കഴിച്ചിട്ട് അടുത്ത ലൊക്കേഷൻ കാണിച്ചു തരാം ഹലോ ഗീസ് ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി ഞങ്ങൾ മമ്പാടെത്തിയപ്പോൾ നല്ല ഇളനീൻ്റെ ഐസ് ഉണ്ട് അപ്പോൾ നമുക്കത് കഴിച്ചിട്ട് പോലെ കാണില്ല ഒരു തെറ്റ എടുത്തോ അപ്പം എടുത്തോ കുടിച്ചോ ഫാഷൻ ഫ്രൂട്ട് എടുക്കപ്പൂ എന്താ ഓരോ ഫാഷൻ ഫ്രൂട്ട് എടുക്ക് എന്താ എനിക്കൊരു ഫാഷൻ ഫ്രൂട്ട് വേണം ആ പഠിക്കും എനിക്ക് ഫാഷൻ ഫ്രൂട്ട് അടിപൊളിയാണ് തണുപ്പ് ക്ലിയറാവണം തണുപ്പ് പോയി ക്ലിയറാവുന്നു നിർത്തറ ആ ഗ്യാപ്പിൽ നെഫ്സി അടിച്ചു മാറ്റി അനുവിൻ്റെ ലനു പോവാ പൈസ കൊടുക്കട്ടെ ആ വരുന്നുണ്ട് വരിക ആ പോവാ പോവാ
ഞാനെടുക്കാനല്ലേ അത് പിന്നെ എടുക്കാം. എന്തിനാപ്പോ നമുക്കൊരു പുച്ചരെ എല്ലാരും അതൊക്കെ പഴുത്ത മൂലയാ വണ്ടി അജു ഇവരൊക്കെ കയറിയാണ് ഗൈസ്. മാങ്ങ കൊടുത്താലോ ഓല് തിന്നോട്ടെ. ഇനി നിങ്ങക്ക് എന്താണെന്ന് എടാ എന്താ എനിക്കതിനെ മുറിച്ചേരിയടാ. എത്തിയല്ല നമ്മളിത് പേരേക്ക് ഓരോ വെട്ടിക്ക് ഓലെ വെട്ടിക്കണോ? നമ്മൾക്കില്ലത് മറ്റേ വിചാരിക്കാത്തത് എന്തെങ്കിലും ഉണ്ടോ? അല്ല വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതന്നെ ഐ ഡോണ്ട് കെയർ. I can. You can do it. I can. I can. I can. You can. You can. Come on. Come on, Ramesh. അത് നമ്മളിത് ഈ ആ കടയൊക്കെ കയറിയത് ആ കടയിൽ നിന്നോ വണ്ടി മുമ്പിൽ വണ്ടി ഉണ്ടാ. അർജുന മതിയായിക്കണല്ലേ ഇരുന്നിട്ട് മോച്ചാൻ അറിയാം. കുറുക്കും കുച്ചിട്ട് നെഫ്സി വീട് എടുക്കണോ പറയണ്ട. നെഫ്സിനെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയി. ഞങ്ങൾ ജ്യൂസ് കുടിച്ചു. ഞങ്ങളിപ്പോ പോകും ആദ്യമൊക്കെ അവിടെ പാട്ടില്ലേ. എന്താ അറിയില്ല സൂം ചെയ്തില്ലേ. നേരെ വാ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഹലോ ഗെയ്സ്, അപ്പോൾ ഇനി കുറച്ച് വീഡിയോസുകൾ, അടിപൊളി വീഡിയോസുകൾ വരാണ്ട്. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് കാണണ്ടേ? അത് എനിക്ക് കിട്ടിയത് വേറെ ലെവലാണ്. ഇവർക്കൊക്കെ എല്ലാവർക്കും അടുത്ത വീഡിയോസ് ഒക്കെ നോക്കിക്കോളി. അടുത്ത പുതിയ പുതിയ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കുറച്ച് വേറെ ലെവലാകും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എന്താ നമ്മുടെ ക്യാമറമാനെ സെറ്റാക്കിയിട്ടുണ്ട്. ഓൻ തന്നെയാണ് ഇനി എഡിറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉഷാറാകും. എന്താ ഇതാ ഇവൻ്റെ വീഡിയോ ചട്ടിത്തലിയും. ശരി എന്നാൽ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരികയാണ്.